സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണക്കപ്പുമായി കാസർഗോഡ് നിന്ന് ഘോഷയാത്ര ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരിക്കും. 3-ാം തീയതി തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലും നഗര അതിർത്തിയിലും ഘോഷയാത്രയ്ക്ക് വൻ സ്വീകരണം ഒരുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവം ഒരുക്കങ്ങൾ തിരുവനന്തപുരത്തെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി മന്ത്രി വി ശിവൻകുട്ടി വിലയിരുത്തി. 62-ാം സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് എത്തിക്കുന്ന സ്വർണ്ണ കിരീടം ഘോഷയാത്രയായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് തിരിക്കുക. ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്നതിനാൽ 1-ാം തീയതി വരെ വലിയ ആഘോഷങ്ങളുണ്ടാകില്ല. 3-ന് തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിലും നഗരാതിർത്തിയിലും വൻ സ്വീകരണം ഒരുക്കും. പൂർത്തീകരിച്ചു. പക്ഷേ ലളിതമായ ചടങ്ങ് ലളിതമായ ചടങ്ങ് മാത്രമേ നാളെ ഇവിടെ 3-ാം തീയതി തലസ്ഥാന നഗരിയിൽ എത്തിച്ചു. 3-ാം തീയതി ഗംഭീരമാക്കി ജില്ലാ അതിർത്തിയിൽ വെച്ച് സ്വീകരണം ഉണ്ടാവും. നഗരാതിർത്തി എന്ന് പറഞ്ഞ സെൻട്രൽ സ്വീകരണം ഉണ്ടാവും. സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തലസ്ഥാന നഗരിയിൽ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 7000 ചതുരശ്ര അടിയിൽ കൂറ്റൻ പന്തലാണ് ഒരുങ്ങുന്നത്. 12000 കസേരകൾ വരെ ഒരേ സമയം നിരത്താൻ കഴിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ. 1-ാം തീയതി മുതൽ കലോത്സവത്തിനായി എത്തുന്നവരെ വരവേൽക്കാൻ KSRTC ബസ് സ്റ്റാൻഡിൽ പ്രത്യേക കൗണ്ടറുകളും സജ്ജമാക്കും. വാഹനങ്ങളുടെ പ്രവേശനം പാസ് വഴി നിയന്ത്രിക്കും. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കോർപ്പറേഷൻ സഹായത്തോടെ കൂടുതലായി കണ്ടെത്തും. വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യങ്ങളടക്കം ഉറപ്പുവരുത്തിയതായും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.